എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സിൽ പരീക്ഷ 2016 നടന്നൊരു പരീക്ഷയുണ്ട്. അപ്പോൾ ആ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ചോദ്യത്തിൻ്റെ ഡിസ്കഷൻ, ഫിസിക്സിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചോദ്യങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ചെയ്യില്ല. കാരണം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യണം. അപ്പോൾ പല പാർട്ടുകളായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഡോക്യുമെൻറ്റ്സിലെ ഫിസിക്സിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദ റേഷ്യോ ഓഫ് മൊബിലിറ്റി ഓഫ് ഹോൾസ് ടു മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ്? The ratio of mobility of hole to the mobility of electrons. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1:2 റേഷ്യോ ഉണ്ട്, 2:1 റേഷ്യോ ഉണ്ട്, 1:1 റേഷ്യോ ഉണ്ട്, 1:3 റേഷ്യോ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മൊബിലിറ്റി എന്ന് കൂടി നമുക്ക് ആദ്യം പഠിക്കാം. മൊബിലിറ്റി, സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് മൊബിലിറ്റി. അപ്പോൾ മൊബിലിറ്റി കണ്ടിട്ട് എന്ത് ചെയ്യണം? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വി ഡിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടാകും. ആ വി ഡിയുടെ ഇക്വേഷനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണോ അതിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്? മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? QE ടോ ഡിവൈഡഡ് ബൈ എം. പിന്നെ താഴെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വി വെട്ടിപ്പോവും. ബാക്കി എന്തുള്ളൂ? Q ടോ ഡിവൈഡഡ് ബൈ എം. അതിൻ്റെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Q ടോ ഡിവൈഡഡ് ബൈ എം ആണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, Q എന്ന് പറയുന്നത് ഇവിടുത്തെ ചാർജ് ആണ്. നമ്മൾ ഇലക്ട്രോൺ എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ചാർജ് കൊടുക്കണം. ദെൻ ടോ എന്ന് വെച്ചാൽ റിലാക്സേഷൻ ടൈം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് റിലാക്സേഷൻ ടൈം എന്ന് പറയും. ദെൻ എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ എന്താണോ അതിൻ്റെ മാസിനെയാണ് നമ്മൾ എം എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെയും ഹോളുകളുടെയും ഈ പറയുന്ന മാസ് ആലോചിക്കേ, മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. പിടി കിട്ടിയോ? അപ്പോൾ മാസിൻ്റെ റേഷ്യോ കണ്ടുപിട്ടിട്ട് തലകുത്തി എടുക്കുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ ഉത്തരം കിട്ടും. പക്ഷേ നമുക്ക് അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യണമെങ്കിൽ ഈ ഒരു കോളം പഠിച്ചാൽ മതി. എപ്പോഴും ഒരു ഉപകാരപ്പെടുന്നൊരു കോളമാണിത്, എപ്പോഴും ഉപകാരപ്പെടും. അതായത് ഈ മൊബിലിറ്റിയൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് സെമി കണ്ടക്ടേഴ്സുകൾക്കാണ് കേട്ടോ, കണ്ടക്ടേഴ്സിനും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇലക്ട്രോൺ മൊബിലിറ്റി ഫോർ ജെർമേനിയം സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോ മൊബിലിറ്റി ഫോർ സിലിക്കൺ സെമി കണ്ടക്ടർ. അങ്ങനെയാണ് പിടി കിട്ടുന്നല്ലോ. അപ്പോൾ ജെർമേനിയം ആണെങ്കിൽ 3800 ആണ് അതിൻ്റെ ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറയുന്നത്. സിലിക്കൺ ആണെങ്കിൽ 1300 ആണ് അതിൻ്റെ ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഹോളാണ് എടുക്കുന്നതെങ്കിൽ 1800 ആണ് അതിൻ്റെ. ജെർമേനിയം ആണെങ്കിൽ 1800 ഹോളിന് മൊബിലിറ്റി വരുന്നുണ്ട്. സിലിക്കൺ ആണെങ്കിൽ അതിലെ ഹോളുകളുടെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ 500 ആണ്. പിടി കിട്ടിയോ? അപ്പോൾ ഈ ബോക്സ് കാണാതെ പഠിക്കണം. എങ്ങനെ പഠിക്കും? 3800, 1300, 1800, 500. ഇതെങ്ങനെയെങ്കിലും സൂത്രപ്പണി ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇങ്ങനെ പഠിച്ചാലും മതി. 38, 13, 18, ഇങ്ങനെ പഠിച്ചാൽ മതി. മനസ്സിലിങ്ങനെ ഓർത്താൽ മതി. എന്താണ്? 38, 13, 18, 38, 13, 18, 38, 38, 13, 18, 38, 13, 38, 13, 18, 5, 38, 13, 18, 5, 38, 13, 18, 5. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 2 0, എല്ലാത്തിലും 2 0 ഉണ്ട്. കണ്ടോ? നമ്മൾ ലിക്വിഡ് റോ മോഡലിൽ A1, A2, A3, A4 എന്ന് പറയുന്ന കോൺസ്റ്റന്റുകൾ പഠിക്കുന്നില്ലേ? 14, 13, 0, 19, 34 എന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ? അപ്പോൾ ഒരു 3-4 തവണ ആവർത്തിച്ച് നമ്മൾ ഫോൺ നമ്പർ പഠിക്കുന്ന പോലെ നമ്മൾ പഠിക്കും. എത്രയാണ്? 38, 13, 18, 5, 38, 13, 18, 5. അപ്പോൾ ഇത് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിലിക്കണിൻ്റെ ഉണ്ട്, അതുപോലെ ജെർമേനിയവും ഉണ്ട്. അത് ഓർത്തോണം. ആദ്യം ജെർമേനിയവും പിന്നെ സിലിക്കണും ആണെന്ന് ഓർത്തോണം. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് സിലിക്കൺ ആണോ ജെർമേനിയാണോ, അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലത്തിലൊന്നും പറഞ്ഞിട്ടില്ല. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ജെർമേനിയത്തിൻ്റെ ചെയ്ത് നോക്കണം. എന്താണ് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ജെർമേനിയത്തിൻ്റെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഹോൾസ് ടു മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഹോൾ ടു മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഹോൾ ടു മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ആദ്യം ജെർമേനിയത്തിന് ചെയ്യാം. ഹോൾ ആണെങ്കിൽ 1800,
അല്ലേ, ഡിവൈഡഡ് ബൈ 3800 അല്ലേ, 3800. 2 0 വെട്ടിക്കളയാം അല്ലേ, 2 0 നമുക്ക് ഇതിൽ നിന്ന് വെട്ടിക്കളയാം. ബാക്കിയുള്ളത് 1800 അല്ല 18 38 ആണ്. അപ്പോൾ 18 ഉണ്ട്, അതുപോലെ തന്നെ 38 ഉണ്ട്. എത്രയാണ്? 18 ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 38. 2 വാല്യൂസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 18 ഉണ്ട്, 38 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെട്ടാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? നമുക്കിത് എത്ര വെച്ച് വെട്ടാൻ പറ്റും? 1 1 1 1 1. ഇതിപ്പോൾ 2 വെച്ച് വെട്ടിയാണെങ്കിൽ മുകളിൽ 9, താഴെ 1, 18 9 19 അല്ലേ, അതിൽ 9/19 എന്ന് കിട്ടും. പിടി കിട്ടിയോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുകളിൽ 10ഉം താഴെ 20 എന്നങ്ങ് അപ്രോക്സിമേറ്റ് ചെയ്യാം, ഏകദേശം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് 1:2 റേഷ്യോ എഴുതാൻ പറ്റും. കണ്ടോ? അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, സാറേ ഇത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ലേ എന്ന്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോകണം. അപ്പോൾ ഓപ്ഷനിൽ നോക്കിയിട്ട് നമ്മൾ അതിനനുസൃതമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരത്തെ കിട്ടുമെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതും ചെയ്ത് നോക്കാം, ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന്. ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ 2 ചെയ്ത് നോക്കുക. 2 ഓപ്ഷനുകൾ ഒരുമിച്ച് എന്തായാലും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1:2 ആണ് ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഇത് ചോദ്യവും ഇത് ചെയ്തു നോക്കുക അങ്ങനെ പഠിക്കണോ? അങ്ങനെ പഠിക്കണ്ട. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം പഠിക്കണം, കാണാൻ പഠിക്കണം. അതായത് മൊബിലിറ്റി ഓഫ് ഹോൾ ടു ദി ഇലക്ട്രോൺ റേഷ്യോ എത്രയാണ്? 1:2. എന്താണ്? 1:2. ഓക്കെ, എന്താണ്? മൊബിലിറ്റി ഓഫ് ഹോൾ ടു ഇലക്ട്രോൺസ് എത്രയാണ്? 1:2. എത്രയാണ്? 1:2. അങ്ങനെ പഠിക്കണം, 1:2. കണ്ടോ? അതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ PSCക്ക് അങ്ങനെയാണ്, നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെ ചെയ്തു എന്നില്ല അല്ലേ. ലക്ഷ്യമാണ് മാർഗത്തേക്കാൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ്. അപ്പോൾ ലക്ഷ്യത്തെത്തുക, ഉത്തരം കിട്ടുക, 4 ഓപ്ഷനുകൾ ശരിയായിട്ടുള്ള ഉത്തരത്തിലെത്തുക. അല്ലാതെ എങ്ങനെ ചെയ്തു എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ PGക്കൊക്കെ പഠിക്കുമ്പോൾ ഡെറിവേഷനൊക്കെ ചവറ് പോലെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ തല ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ള കാര്യം മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 2ാമത്തെ ചോദ്യം. What happened to the Fermi level if an intrinsic semiconductor is doped with the acceptor atom? എന്താണ്? What happened to the Fermi level if an intrinsic semiconductor is doped with the acceptor atom? അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ സെമി കണ്ടക്ടറിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അത് മാത്രമല്ല, നമുക്കിതിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഫെർമി ലെവലുകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും അറിയണം. ഓക്കെ, എന്താണ്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ലെവലുകൾക്ക് എന്ത് സംഭവിക്കുന്നു അറിയണം. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സെമി കണ്ടക്ടറുകൾ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്യുവറായിട്ടുള്ള ഫോമിലുള്ള സെമി കണ്ടക്ടറെ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഉദാഹരണം സിലിക്കൺ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് ഉദാഹരണമാണ്. ജെർമേനിയം ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് ഉദാഹരണമാണ്. അതിൻ്റെ ബാലൻസിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ആ 4 ആൾ പരസ്പരം സഹസംയോജക ബന്ധനത്തിൽ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ട് എല്ലാവരും ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി വളരെ സമാധാനപരമായിട്ടിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ പേരിൽ തന്നെയുണ്ട്. എന്താ? എക്സ്ട്രാ എന്തോ ഒന്ന് ആഡ് ചെയ്യുന്ന സെമി കണ്ടക്ടർ. എന്താണ്? എക്സ്ട്രാ എന്തോ ഒന്ന് ആഡ് ചെയ്യുന്ന സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് വീണ്ടും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. P ടൈപ്പ് സെമി കണ്ടക്ടർ അഥവാ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ അഥവാ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ. ഞാൻ ഇതിലിങ്ങനെ ചാരം പുറകോട്ട് പോകുന്നു, ഞാൻ പേടിച്ചു പോയി. ശരി, അപ്പോൾ യെസ്, കം ടു ദ പോയിന്റ്. സെമി കണ്ടക്ടേഴ്സ് 2 തരത്തിൽ വേണം. വരയ്ക്കാം, നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാമല്ലോ. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. ഇതാ നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, മറ്റൊന്നെന്താണ്? എക്സ്ട്രിൻസിക്. സെമി കണ്ടക്ടേഴ്സ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ്? P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, ഇതാണെങ്കിൽ N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. എന്താണ്? P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഓക്കെ, P
പി എന്ന് വെച്ചാൽ പോസിറ്റീവ് ടൈപ്പ്, എൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ടൈപ്പ്. അപ്പോൾ ഫെർമി ലെവലിൻ്റെ കാര്യം കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് ഇപ്പോഴേ ആദ്യം പറഞ്ഞുതരാം. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ 2 ബാൻഡുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 ബാൻഡുകൾ? ഒന്ന് വാലൻസ് ബാൻഡ്, മറ്റൊന്ന് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ എഴുതാം CB, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? നോർമൽ കേസിൽ ഈ പറയുന്ന വാലൻസ് ബാൻഡിലുള്ള ഹോളുകളുടെ തിരിച്ചാണ് കേട്ടോ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. മുകളിലാണ് CB, താഴെ VB, മേളി CB കേട്ടോ, കണ്ടക്ഷൻ ബാൻഡ്. താഴെയുള്ള ഹോളുകളുടെ എണ്ണവും മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കൃത്യം മധ്യത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെർമി ലെവൽ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇലക്ട്രോണുകളുടെ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അതായത് T = 0 കെൽവിൻ അഥവാ അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് സ്റ്റേറ്റിൻ്റെ എനർജിയെ പറയുന്ന പേരാണ് ഫെർമി എനർജി എന്നും ആ ലെവലിനെ പറയുന്ന പേരാണ് ഫെർമി ലെവൽ എന്നും. ഓക്കെ, അപ്പോൾ ഫെർമി ലെവലിന് ഫെർമി എനർജി ഉണ്ട്, അങ്ങനെ പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് കേട്ടോ. അപ്പോൾ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഫെർമി ലെവൽ. അപ്പോൾ സാധാരണ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, താഴെയുള്ള ഹോളുകളുടെ വാലൻസ് ബാൻഡിലുള്ള ഹോളുകളുടെ എണ്ണവും മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഫെർമി ലെവൽ നടുക്കാണ് നിൽക്കുന്നത്, കൃത്യമധ്യത്തിലായിരിക്കും. ഓക്കെ, ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ബാൻഡുകൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 2 ബാൻഡുകളാണ്. ഏതൊക്കെയാണ്? വാലൻസ് ബാൻഡും അതുപോലെ കണ്ടക്ഷൻ ബാൻഡും. എന്താണ്? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. അതായത് ഡോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, അതിലേക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യണം. സിലിക്കൺ ആണെങ്കിൽ സിലിക്കൻ്റെ അകത്തേക്ക് വേറൊരു എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യും, പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അതായത് ഒരു ആറ്റത്തിൻ്റെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളുള്ള ആളുകളെയാണ് നമ്മൾ പെൻഡല്ല ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹോളുകളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. എന്താണ്? ഹോളുകളുടെ എണ്ണം വളരെ അധികം കൂടുതലായിരിക്കും. ഹോളുകൾ എണ്ണം എങ്ങനെയായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. എവിടെയാണ് ഹോളുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ടാവുക? താഴെ, അതായത് വാലൻസ് ബാൻഡിൽ ഹോളുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്. ഓക്കെ, ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറച്ചേ ഉണ്ടാവുള്ളൂ, അധികം ഉണ്ടാവില്ല, കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫെർമി ലെവൽ കുറച്ച് താഴത്തേക്ക് ഇങ്ങ് പോരും. EF മനസ്സിലായോ? കാരണം ഹയസ്റ്റ് ഒക്കുപ്പേഷൻ സ്റ്റേറ്റ് എവിടെയാണ്? താഴെയാണ്. പിടികിട്ടി? താഴെ കുറേ വേക്കൻസികളുണ്ട്, അവിടേക്ക് ഒരുപാട് ആൾക്ക് വന്നിരിക്കാൻ പറ്റും. അപ്പോൾ ഹയസ്റ്റ് ഒക്കുപ്പൈഡിങ് സ്റ്റേറ്റ് ഏതാണ്? താഴെയാണ്. അതുകൊണ്ട് ഫെർമി ലെവല് സ്ലൈറ്റ്ലി താഴേക്ക് പോകുന്നു. ഓക്കെ, ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താ? നെഗറ്റീവ് ടൈപ്പാണ്. അതായത് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, വാലൻസിൽ 5 ഇലക്ട്രോണുകളുള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസിന് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇവിടെയും ഇതുപോലെ ബാൻഡ് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടക്ഷൻ ബാൻഡാണ്, കണ്ടക്ഷൻ ബാൻഡ്, ഇത് നമ്മുടെ വാലൻസ് ബാൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ വളരെയധികം ഉണ്ടാവും, വളരെ കൂടുതലുണ്ടാവും ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ 1, 2, 3 ഒരു 4 ഹോൾ. പക്ഷേ ഇവിടെ ഇലക്ട്രോണുകൾ വളരെയധികം കൂടുതലുണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഈ ഫെർമി ലെവൽ നേരെ മുകളിലോട്ട് ഷിഫ്റ്റ് ആവും. EF കണ്ടോ? എന്ത് ചെയ്യും? ഫെർമി ലെവൽ മുകളിലോട്ട് ഷിഫ്റ്റ് ആവും പതുക്കെ. ഓക്കെ, അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ പ്രത്യേകത എന്താ? പോസിറ്റീവായിട്ടുള്ള ഹോളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഏതൊരു ഇലക്ട്രോൺ വന്നാലും അവന് പിടിച്ച് ഹോളിലേക്ക് ഇരുത്തും, അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എന്താ പറയുന്നത്? അക്സെപ്റ്റർ ആറ്റം ആഡ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അക്സെപ്റ്റർ ആറ്റമാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്, അല്ലേ? എൻ ടൈപ്പ് ആണെങ്കിൽ എന്താ? ഇലക്ട്രോൺ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഡോണർ എന്ന് പറയും. ഡോണർ ആറ്റം ഡോപ്ഡ്. അപ്പോൾ അക്സെപ്റ്റർ ആറ്റം ഡോപ്ഡ് ആണ്, ഇത് ഡോണർ ആറ്റം ഡോപ്ഡ് ആണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ നിങ്ങളൊന്ന്. വാട്ട് ഹാപ്പൻ ടു ദ ഫെർമി ലെവൽ if an intrinsic semiconductor is doped with acceptor atom? അപ്പോൾ ഈ പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ അക്സെപ്റ്റർ ആറ്റം കൊണ്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പാണ്? അത് പി ടൈപ്പാണ്. ഏതാണ്? പി ടൈപ്പ്. ശരിയല്ലേ? പി ടൈപ്പിന്റെ ഫെർമി ലെവൽ എവിടെയാ?
ലോവർ സൈഡ് ആണ്, അതായത് ബാലൻസ് ബാൻഡിനോട് അടുത്താണ് നിൽക്കുന്നത്. കാരണം ഹയസ്റ്റ് ഒക്കുപ്പൻസി ഇവിടെയാണ് ഹോളുകളുടെ വരുന്നത്. ഹോളുകളുടെ എന്നല്ല, ആരുടെ ഒക്കുപ്പൻസി ഹയസ്റ്റ് വരുന്നത് നോക്കിയാൽ മതി, അങ്ങോട്ട് ഇവർ ഷിഫ്റ്റ് ആവും. ഇലക്ട്രോൺ ഹയസ്റ്റ് ഇവിടെയാണ്, അതുകൊണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇവിടെ ഹോളുകൾ ഹയർ ആണ്, അതുകൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇലക്ട്രോൺ ഹോൾ എന്ന ക്ലാസിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ആരാണോ കൂടുതൽ നിൽക്കുന്നത്, കൂടുതലുള്ള അടുത്തേക്ക്, ഇപ്പോൾ പൈസ ഉള്ളവൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ പോകുമെന്ന് പറയില്ല എന്ന് പറയുന്ന പോലെ, അത് എന്താണ് ഡോളർ കൂടുതലുള്ളതാണോ അല്ലെങ്കിൽ പൈസ ഇന്ത്യൻ മണി കൂടുതലുള്ളതാണോ അങ്ങനെയൊന്നുമില്ല, കൂടുതലുണ്ടോ അങ്ങോട്ട് പോകും എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുക? അൺഎഫക്റ്റഡ് അല്ല, സ്ലൈറ്റ്ലി റേസ്ഡ് അല്ല, കൺസിഡറബിളി ലോവേർഡ് അല്ല, തീരെ പറ്റ പോവില്ല, സ്ലൈറ്റ്ലി ലോവേർഡ്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഓർക്കുക, കൺസിഡറബിളി ലോവേർഡ് അല്ല, ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലോവേർഡ് ടു ദ സ്റ്റേറ്റ്. എന്താണ്? സ്ലൈറ്റ്ലി ലോവേർഡ്, സ്ലൈറ്റ്ലി ലോവേർഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ സെമി കണ്ടക്ടറിൻ്റെ എല്ലാ തിയറിയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള സെമി കണ്ടക്ടറാണ്. ബാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, തുല്യമായിട്ട് ഹോളുകളുടെ എണ്ണം, തുല്യമായിട്ട് ഇലക്ട്രോണുകളുടെ എണ്ണം, ഫെർമി ലെവൽ നടുക്ക് നിൽക്കും. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റർ ആറ്റം ടൈപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അക്സെപ്റ്റർ ആറ്റം കൊണ്ട് ഡോപ്പ് ചെയ്തതാണെന്ന് നമ്മൾ പറയാം. പി ടൈപ്പിൻ്റെ പ്രത്യേകത ഹോളുകളുടെ എണ്ണം താഴെ കൂടുതലായതുകൊണ്ട് ഈ ഫെർമി ലെവൽ താഴത്തേക്ക് ഇറങ്ങി നിൽക്കും, EF. ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നെഗറ്റീവ് ടൈപ്പാണ്, അവൻ്റെ പ്രത്യേകത ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കൂടുതലാണ് മുകളിൽ നിൽക്കുന്നത്, അപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും ഫെർമി ലെവൽ, നമ്മുടെ EF മുകളിലോട്ട് പോകും. ഇത്രയും പഠിച്ചാൽ മതി, ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും. കണ്ടോ, PSC അതൊക്കെ മതി. ശരി, അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഫെർമി ലെവൽ എന്താണെന്ന്? ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് ഒക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺ ഇൻ എ മെറ്റീരിയൽ അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ദെൻ ഫെർമി ലെവൽ ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. പടം വ്യക്തമാകാത്ത ആളുകൾക്ക് വീണ്ടും വരച്ചിട്ടുണ്ട്. ഫെർമി കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും നടുക്കാണ് ഫെർമി ലെവൽ നിൽക്കുന്നത്. ഇതിനെ ഫോർബിഡൻ്റ് ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഈ നടുക്ക് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള അകലം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഫോർബിഡൻ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാവുമ്പോൾ ഈ പറഞ്ഞ ഫെർമി ലെവൽ EF മുകളിലോട്ട് ഷിഫ്റ്റ് ആവും. അതിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയോളൂ. അറ്റ് റൂം ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദി ബാലൻസ് ബാൻഡ്. ഹെൻസ് probability of occupation of energy level by the electron in the conduction band is greater than the probability of occupation of energy level by the holes in the valence band. Okay, this probability of occupation of energy level is represented in terms of Fermi level. Therefore, Fermi level in the n-type semiconductor lies close to the conduction band. Okay, then p-type semiconductor. Figure കണ്ടല്ലോ, ബാലൻസ് ബാൻഡ് അടുത്തേക്ക് താഴ്ന്നു പോകുന്നു, കണ്ടോ. ദെൻ ഇവിടെ അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് ഹോൾ ഇൻ ദി ബാലൻസ് ബാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ബാലൻസ് ബാൻഡിൽ ഹോളുകളുടെ എണ്ണം കണ്ടക്ഷൻ ബാൻഡിനേക്കാൾ വളരെയധികം കൂടുതലാണ്, അതായത് കൂടുതലാണ്. Hence, the probability of occupation of energy level by the holes in the valence band is greater than the probability of occupation of the energy level by the electron in the conduction band. This probability of occupation of energy lies in represented in terms of Fermi level. Therefore, the Fermi level in the n-type semiconductor close to the valence band. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ചോയ്സ്, വിച്ച് ഈസ് സ്ലൈറ്റ്ലി ലോവേർഡ്. കേട്ടോ, അപ്പോൾ ഇത്രയും ഡയലോഗൊക്കെ ഞാൻ നിങ്ങൾക്ക് ബുക്കിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ബുക്കിൽ അങ്ങനെ വേർഡ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ് ഇത്ര ഞാൻ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതെല്ലാം എഴുതിയിലും കുഴപ്പമില്ല, ഞാനിങ്ങനെ പറയുമ്പോൾ അത് നിങ്ങളുടേതായ ഭാഷയിൽ ബുക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് എനിക്കിതുപോലെ സാറ് പറയുന്ന ഇംഗ്ലീഷിലൊക്കെ സൈഡിൽ നിന്ന് കുണിച്ചേക്ക് പോകും, പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകും. അപ്പോൾ നമ്മുടേതായ മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, ഹിന്ദിയിലേക്ക് ഹിന്ദി, നമുക്ക് ഏറ്റവും കംഫർട്ട് ലാംഗ്വേജ് എന്താണ്, ആ ലാംഗ്വേജിൽ നമ്മുടെ കുറിപ്പുകൾ മറ്റൊരാളെ കാണിക്കാനല്ല, നമുക്ക് പഠിക്കാൻ വേണ്ട കുറിപ്പുകൾ നമ്മൾ എഴുതി വയ്ക്കണം. ഞാൻ പോലും പലപ്പോഴും ഇപ്പോൾ ഒരു വർഷം മുന്നേ ചെയ്ത ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോസ് അന്ന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്താലും ക്ലാസ് എടുക്കേണ്ടാവുക, പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ അതൊക്കെ മറന്നു പോകും സത്യം പറഞ്ഞാൽ. പിന്നീട് ആ ടോപ്പിക്ക് വീണ്ടും എടുക്കേണ്ടി വരികയാണ്. ഞാൻ എൻ്റെ ക്ലാസ് തന്നെ കണ്ടിരുന്ന് പഠിച്ചിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ക്ലാസ് തന്നെ ഞാൻ കാണും, പിടികിട്ടിയോ? അത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ കുറച്ച് മറന്നു പോകും. ചില നമ്മൾ കുറുക്ക് വഴികളൊക്കെ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് കണ്ടുപിടിക്കുന്നുള്ളതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ ബുക്കിൽ നോട്ടുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനാണെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബുക്കിൽ എഴുതില്ല, നേരെ ടൈപ്പ് ചെയ്താണ് എല്ലാം ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, ശരി. മൂന്നാമത്തെ ചോദ്യം സത്യം പറഞ്ഞാൽ വേറെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 10-15 ചോദ്യം കഴിഞ്ഞാൽ, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ. നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്
അല്ല വെറുതെ ഇങ്ങനെ അതെ ഞങ്ങൾ ഇത്രയും ചെയ്യുന്നു, ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വേണ്ട. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലതായിട്ട് പഠിച്ച് ചെയ്തു പോയാലേ ഗുണമുള്ളതുകൊണ്ട് കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്പർ 3, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. PIN ഡയോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചിലർ PN ജംഗ്ഷൻ ഡയോഡാണെന്ന് വായിച്ചു കളയരുത്. ഇത് PIN ഡയോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് PIN ഡയോഡ്? ആർ യൂസ്ഡ് ഇൻ വിച്ച് ഫ്രീക്വൻസി റേഞ്ച്? PIN ഡയോഡ് ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചോദ്യം ഒരു നല്ല ഉദാഹരണമാണ്. എന്തിൻ്റെയാ? അതായത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അറ്റവും മൂലയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ചോദ്യം. PIN ഡയോഡ് എന്താണെന്നൊക്കെ ആളുകൾ കൃത്യമായിട്ട് പഠിക്കും, പക്ഷെ പലപ്പോഴും അതിൻ്റെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ അതൊക്കെ എന്ത് ചോദിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. സോ ഇച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മളുടെ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ അറ്റവും മൂലയും തോന്നയ്ക്കൽ പഞ്ചായത്തിൽ ഓരോ അരിമണിയും ഞാൻ പെറുക്കിയെടുക്കും എന്ന് പറയുന്ന പോലെ എല്ലാം പഠിച്ചിട്ടുണ്ടാവണം. കാരണം എവിടെ നിന്ന് എന്തെങ്കിലും ചോദിക്കാം, ആ ചോദിക്കുന്നതായിരിക്കും നമുക്ക് റാങ്ക് കിട്ടാനുള്ള സാധ്യതകൾ വരുന്നത്. സോ ഹിയർ നമുക്ക് PIN ഡയോഡിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഈ PIN ഡയോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ PIN ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പടമുണ്ട് കണ്ടോ, PIN ഇതാണ് PIN ഡയോഡ്. സാധാരണ ഡയോഡിൻ്റെ പ്രത്യേകത എന്താ? PN ജംഗ്ഷൻ ഡയോഡാണ്. PN ഭാഗം കൂടി പരസ്പരം ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാകുന്നത്? PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ഭാഗം ഇതിൻ്റെ അകത്തുണ്ടാവും. മനസ്സിലായോ? ഇതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. അതായത് ഇത് ഈ PUN എന്താണ് എക്സ്ട്രിൻസിക് ഭാഗങ്ങളാണ് അല്ലേ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ PUN എന്ന് പറയുന്നത്. പോസിറ്റീവ് ടൈപ്പും നെഗറ്റീവ് ടൈപ്പും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ ഡോപ്പ് ചെയ്യാത്ത സാധാരണ ഒരു സെമി കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഡയോഡിനെ, വലിയ ഡയോഡിനെ നമ്മൾ പറയുന്ന പേരാണ് PIN ഡയോഡ്. എന്താണ് PIN ഡയോഡ്? സാധാരണ ഡയോഡ് എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാ? ഒരു P ഭാഗവും ഉണ്ടാവും, ഒരു N ഭാഗവും ഉണ്ടാവും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. നടുക്ക് ഒരു ഇൻട്രിൻസിക് ഇത് വരികയാണെങ്കിൽ അവയെ പറയുന്ന പേരാണ് PIN ഡയോഡ്. നമുക്കിനി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ PIN ഡയോഡിൻ്റെ ഏത് റേഞ്ചിലാണ്, ഫ്രീക്വൻസി റേഞ്ച് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക. എ ഡയോഡ് വിത്ത് എ വൈഡ് ആൻഡ് അൺഡോപ്ഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ region between a P type and N type semiconductor region. A diode with a wide and undoped intrinsic semiconductor region between P type and N type semiconductor region. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളൊരു ഉദാഹരണമാണ്. These diodes are used in the RF and also for microwave switches and microwave variable attenuators. നോക്കിക്കോളൂ, എന്താണ് RF and also for microwave switches. അപ്പോൾ മൈക്രോവേവ് സ്വിച്ചസിൽ ഉപയോഗിക്കുന്ന ഡയോഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? PIN ഡയോഡ് അല്ലേ? ഓപ്ഷൻസ് തരാം. മൈക്രോവേവ് സ്വിച്ചുകളിൽ ഉപയോഗിക്കുന്ന ഡയോഡ് PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, PIN ഡയോഡ്. ഏതാണ്? PIN ഡയോഡ്. ഓക്കെ, they are said to have low capacitance. പ്രത്യേകത എന്താ? ലോ കപ്പാസിറ്റൻസ് ആയിരിക്കും. ആൻഡ് അടുത്തത്, ദേ ആർ യൂസ്ഡ് ഇൻ ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു കഥ പോലെയൊക്കെ ഓർത്തിരുന്നാൽ മതി. ഫോട്ടോ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കാർഡ്സ് ആൻഡ് സ്വിച്ചസ് ആയിട്ട്. ഓക്കെ, ആൻഡ് ദിസ് ഡയോഡ്സ് ആർ എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ RF പ്രൊട്ടക്ഷൻ സർക്യൂട്ട്. വളരെ ഇമ്പോർട്ടൻ്റ്. RF പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ RF സ്വിച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട RF എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി എന്നാണ്. അതുപോലെ തന്നെ ഓൾസോ യൂസ്ഡ് ടു ഡിറ്റക്ട് എക്സ്റേസ്. എക്സ്റേ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗാമ റേ ഫോട്ടോൺസ് അതിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ഹൈ ഫ്രീക്വൻസി റേഞ്ച്, ദാറ്റ് ഈസ് മോർ ദാൻ 300 മെഗാഹെർട്സ്. എത്രയാണ്? മോർ ദാൻ 300 മെഗാഹെർട്സ്. അപ്പോൾ പോയിന്റുകൾ കണ്ടോ, എത്ര പോയിന്റുകളാണ് കിട്ടുന്നത്? PIN ഡയോഡ് ആർ യൂസ്ഡ് അറ്റ് എ ഹൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് മോർ ദാൻ 300 മെഗാഹെർട്സ്. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഉത്തരം കിട്ടുമല്ലോ. കണ്ടോ, ഏതാ ഉത്തരം? ഗ്രേറ്റർ ദാൻ 300 മെഗാഹെർട്സ്. ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ചോ. അപ്പോൾ PIN ഡയോഡ് എന്ന് വെച്ചാൽ 3 റീജിയൻ ഉണ്ട്. P റീജിയൻ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ റീജിയൻ, N റീജിയൻ. ഉപയോഗങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ RF സ്വിച്ചസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, മൈക്രോവേവ് സ്വിച്ചസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പിന്നെ എക്സ്റേ ഡിറ്റക്ഷൻ, അതുപോലെ ഗാമ റേ ഫോട്ടോൺ ഡിറ്റക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് സർക്യൂട്ടുകളിൽ. ദെൻ 300 മെഗാഹെർട്സിനേക്കാൾ ഉയർന്ന ഫ്രീക്വൻസി റേഞ്ചിലാണ് ഈ പറയുന്ന PIN ഡയോഡുകൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം,
300 മെഗായാണ്, മെഗാ അത്രയും ഫ്രീക്വൻസിയിൽ പോലും ഈ പറയുന്ന PIN ഡയോഡിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഫിഗർ. ഓക്കെ, വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഒരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഫോർ എ കോമൺ കളക്ടർ ആംപ്ലിഫയർ? ഒരു കോമൺ കളക്ടർ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളത്. സി, നമ്മൾ ഓർക്കുക എന്താണ് ഈസ് നോട്ട് ട്രൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരീക്ഷയ്ക്ക് നമ്മളെ കുഴപ്പിക്കാൻ അല്ലെങ്കിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. സാധാരണ താഴെ തന്നിരിക്കുന്ന ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ കോമൺ കളക്ടർ ആംപ്ലിഫയറിൻ്റെ ഒരു 5-6 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീൻ്റെ കാണും, നമ്മൾ നേരെ കറുപ്പിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അപ്പോൾ വായിക്കത്തില്ല. പിന്നെ ഒരു ആൻസർ കീ വരുമ്പോഴായിരിക്കും നമ്മൾ നോക്കേണ്ടാവുക. ആൻസർ കീ വരുന്ന നോക്കുന്ന സമയത്ത് മക്കളെ നോട്ട് ട്രൂ അപ്പോൾ നിങ്ങൾ കാണും, പക്ഷേ പരീക്ഷയ്ക്ക് ഇരിക്കാൻ ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതെന്നാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, സി ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായിട്ടുള്ളത് അല്ല തെറ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. കറണ്ട് ഗെയിൻ ഈസ് ഹയർ, വോൾട്ടേജ് ഗെയിൻ ഈസ് ഹയർ, ഔട്ട്പുട്ട് ഇംപെഡൻസ് ഈസ് വെരി ലോയർ, ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് വെരി ഹയർ. എല്ലാം ഒരുപോലെ തോന്നും. ഇത് പഠിച്ചിട്ടില്ലാത്ത ആൾക്ക് ചെയ്യാനും പറ്റില്ല. അല്ല, ഇതാണ് ഒരു കോമൺ കളക്ടർ ആംപ്ലിഫയറിൻ്റെ പടം. എന്താണ് ഈ കോമൺ കളക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് കളക്ടർ, എന്താണ് എമിറ്റർ, എന്താണ് ബേസ് എന്ന് അറിയണം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ സെമി കണ്ടക്ടറിലുള്ള ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ. എന്താണ് ചരിത്രം തുടങ്ങുന്ന അവിടെ നിന്നാന്ന് പറയുന്ന പോലെ നമ്മുടെ സയൻസ് മേഖലയിൽ ഒരു വലിയ തുടക്കത്തിന് കാരണമാകുന്ന ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തം വലിയ വിപ്ലവങ്ങൾക്ക് പോലും വഴിവെച്ചു. അപ്പോൾ പ്രധാനമായിട്ടും ട്രാൻസിസ്റ്റർ 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? NPN ട്രാൻസിസ്റ്റർ, അതുപോലെ PNP ട്രാൻസിസ്റ്റർ അല്ലേ. ട്രാൻസിസ്റ്ററിന് പ്രധാനമായിട്ടും 3 കാലുകളുണ്ട്. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? ഒരു കാലം ഏതാണ്? ഈ കാലം ഏതാണ്? ഈ കാലം ഏതാണ്? ഏതൊക്കെയാണ്? ബേസ്, അതുപോലെ തന്നെ എമിറ്റർ, അതുപോലെ തന്നെ കളക്ടർ. ഇങ്ങനെ 3 കാലുകളാണ് ഒരു ട്രാൻസിസ്റ്ററിനുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണോ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പേര് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് ഈ 2 ടെർമിനലിൽ ഇവിടെയും ഇവിടെയുമായിട്ട് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ഇൻപുട്ട് കളക്ടറാണ് ഇങ്ങനെ വരുന്നത്, ഒരു ഇൻപുട്ട് ഏതാ? ബേസ് ആണ്, B അല്ലേ. ഔട്ട്പുട്ട് എടുക്കുന്ന ഇവിടെ നിന്നാണ് അല്ലേ. അപ്പോൾ ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന എവിടെ നിന്നാ? എമിറ്ററിൽ നിന്നും. ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന എവിടെയാ? കളക്ടറിൽ നിന്നും. അതായത് ഇൻപുട്ടിൽ കളക്ടറുണ്ട്, ഔട്ട്പുട്ടിലും കളക്ടറുണ്ട്. ദാറ്റ് ഈസ് ദ കളക്ടർ ടെർമിനൽ ഈസ് കോമൺ ടു ബോത്ത് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? കോമൺ കളക്ടർ ആംപ്ലിഫയർ. അപ്പോൾ എന്താണ് ഈ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോറി, ആംപ്ലിഫയർ എന്താ? ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മേക്ക് സെറ്റ് കാർഡൊക്കെ ഇരിക്കുന്ന ആംപ്ലിഫയർ, അതിൻ്റെ അകത്തും ട്രാൻസിസ്റ്റേഴ്സ് തന്നെയാണ് ഉള്ളത്. അതായത് കൊടുക്കുന്ന സിഗ്നലുകളെ, അതായത് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ ചെറിയ സിഗ്നലായിരിക്കും. ഈ സർക്യൂട്ടിൻ്റെ അതല്ല, ഈ സർക്യൂട്ടിൻ്റെ അതൊരു കടത്ത് വിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ അതെന്തായി പോലും ഒരു വലിയ സിഗ്നലായിട്ട് ഇങ്ങനെ മാറും. പിടികിട്ടിയോ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് ഫോർ ആംപ്ലിഫിക്കേഷൻ, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയൊന്ന് ഓടിച്ച് നോക്കിയേ. ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്, ഹൈ കറണ്ട് ഗെയിൻ ആണ്, വോൾട്ടേജ് ഗെയിൻ ഈസ് ലെസ് ദാൻ 1 ആണ്, അതുപോലെ പവർ ഗെയിൻ ഈസ് 10 to 20 dB ആണ്, നോ ഫേസ് റിവേഴ്സൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ പോയിന്റുകളാണ്. നല്ല രസമാണിത് പറയാനൊക്കെ. ശരി, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? വോൾട്ടേജ് ഗെയിൻ ഈസ് ഹൈ. അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? അപ്പോൾ ഇതാണ്, വോൾട്ടേജ് ഗെയിൻ ഈസ് ഹൈ. കാരണം നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയേ, വോൾട്ടേജ് ഗെയിൻ ഈസ് ലെസ് ദാൻ 1 ആണെന്നാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ വോൾട്ടേജ് ഗെയിൻ ഹൈ ആണെന്നാണ്. അപ്പോൾ അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ഇതിൽ കാണാം. താങ്ക് യു.